പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. ജീവിതത്തിൽ ഒരുത്തർ ആദ്യമായിട്ടാണ് എന്റെ മേൽ കൈവെക്കുന്നത്. നിന്നെ ഞാൻ കരയിക്കും. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്റെ മൂക്കിലൂടെ എത്ര കാലം ശ്വാസം പോകുന്നോ അത്ര കാലം ഞാൻ ജീവിക്കും. പശുവിന്റെ പാല് കുടിക്കാമെങ്കിൽ അതിന്റെ മാംസം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെയെങ്കിൽ ചെറുപ്പത്തിൽ അമ്മയുടെ മുലപ്പാല് കഴിക്കുന്നു എന്ന് കരുതി അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ശവം ആരെങ്കിലും തിന്നോ? ഞങ്ങൾ പശുവിനെ അമ്മയായിട്ടാ കണക്കാക്കുന്നത്. അയ്യോ അച്ഛാ, ഹരിയേട്ടൻ അവിടെ നിൽക്കുന്നു. എനിക്ക് പേടിയാവുന്നു. അയ്യോ അച്ഛാ, അച്ഛാ ഹരിയേട്ടൻ അവിടെ. അതാ രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ജന്മം പുനർജന്മം, നീ എന്നും കാമാക്ഷി. പ്രേമം പുതുപ്രേമം, നീ എന്നും മണവാട്ടി. രാഗമനുരാഗം, നീ എന്നും അനുരാഗി. ഓ പ്രിയേ, ഓ പ്രിയേ, ഓ പ്രിയേ. അങ്ങോട്ട് മാറി നിൽക്കടാ. അയ്യോ സാർ, ഞാൻ അത്യാവശ്യമായി തിയേറ്റർ വരെ ഒന്ന് പോവുകയാണ്. ആരുടെ ഇത്ര സീരിയസ് ആയി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ അല്ല സാർ, സിനിമാ തിയേറ്റർ. അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു, അത്യാവശ്യമായി വീട്ടിൽ പോകുന്നു, അത്യാവശ്യമായി കക്കൂസിൽ പോകുന്നു ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായി ഒരുത്തൻ തിയേറ്ററിൽ പോകുന്നു എന്ന് പറയുന്നത്. എന്താണ് നിന്റെ പേര്? ജോൺ. എന്ത് ഫോണോ? ഫോണല്ല സാർ, ജോൺ. എന്താണ് നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് സാർ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വീട്ടുകാരെയും നാട്ടുകാരെയും മുഴുവൻ ഉപേക്ഷിച്ച് നിങ്ങളെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്നവളാണ് ഞാൻ. ചേട്ടൻ എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, ഓർത്തോ. നിന്നിലെ കണ്ണിലൂടെ കാണുന്നു ഞാൻ, നിന്നിലെ കാതിലൂടെ കേൾക്കുന്നു ഞാൻ. അതിപ്പോ ഒരു ഹിന്ദുവായ നീ ഒരു ക്രിസ്ത്യാനിയായ എന്നെ വിവാഹം കഴിക്കാതിരിക്കാൻ അയാൾ പാര വെച്ചതാവും. അതൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞതെല്ലാം എല്ലായ്പ്പോഴും ശരിയാകാറുണ്ട്. എന്നാ പിന്നെ അയാളുടെ അനുവാദം ചോദിച്ചിട്ട് പ്രേമം തുടങ്ങിയാ പോരായിരുന്നില്ലേ? നീ എന്താ പറയുക, പറ്റിക്കാൻ നടക്കുക? സ്നേഹം, സംഗീതം, സന്തോഷം, നീയല്ലേ പ്രാണസഖി. മുങ്ങിച്ചാവാൻ പോകുന്നവനെ രക്ഷിക്കണമെങ്കിൽ സ്വയം നീന്തൽ അറിയണം, അല്ലെങ്കിൽ അവനോടൊപ്പം നിങ്ങളും കൂടി മുങ്ങും. ഒരു കുരുടനെ വേറൊരു കുരുടൻ വഴി കാണിച്ചാൽ രണ്ടുപേരും കൂടെ വല്ല കുഴിയിൽ പോയി വീഴും. അത്ര തന്നെ. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ് മോർ. നിങ്ങൾ നോക്കിക്കോ, ഞാനും നിങ്ങളും മരിക്കുന്നതിന് മുൻപ് ഇതിന് ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിരിക്കും. ചെറ്റത്തരം കാണിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. സ്വന്തം മരുമകളാണെന്നത് പോട്ടെ, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. ശ്രമിക്കുപെടാ, അവളുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുപെടാ. നീയും അവളും കാരണം എനിക്ക് നല്ലൊരു ബിസിനസ്സാണ് നഷ്ടപ്പെട്ടത്.
ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ കാളിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി. ആ ഓക്കെ ഓക്കെ. ഭൂരി, ഫ്രൈഡ് റൈസ്, തന്തൂർ ചിക്കൻ, ചപ്പാത്തി, പൊറോട്ട, ഇഡ്ഡലി, stop. ദോശ. അതിലാദ്യം പറഞ്ഞത് 2 പ്ലേറ്റ് കൊണ്ടുപോവാ. ഓക്കെ സാർ. രാധ സോറി സാർ, വൺ ഡൗട്ട്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? റിപ്പീറ്റ്. പൂരി, ഫ്രൈഡ് റൈസ്, തന്തൂർ ചിക്കൻ. പൂരി 2 പ്ലേറ്റ്സ്. ഓക്കെ. രാധേ സാർ, വൺ ഡൗട്ട്. ഫോർ ഡ്രിങ്കിങ് ജ്യൂസ്, കോഫി, ഹോർലിക്സ്, കൂൾ ഡ്രിങ്ക്സ്. 1 കോഫി 1 ടീ. ഓക്കെ. ഓക്കെ സാർ. രാധേ സാറേ, വൺ മോർ ഡൗട്ട്. ചായ സാറിനും കോഫി കുട്ടിക്കുമായിരിക്കും അല്ലേ? എടോ താനൊന്ന് കൊണ്ടുവാ. എന്ത് കുടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓക്കെ സാർ. രാധേ വൺ മോർ ഡൗട്ട്. ഈ ഫിഗർ കുട്ടി സാറിന്റെ ലൈനാണല്ലേ? താങ്ക് യു സാർ, എല്ലാ സംശയവും തീർന്നു. ഐ ഐ അംഗനവാടിയിലെ ടീച്ചറേ, അംഗനവാടിയിലെ ടീച്ചറേ, ചക്കരത്തേനൂറും മക്കളെ, ചക്കരത്തേനൂറും മക്കളെ. പഠിച്ചു പഠിച്ചു ബോറടിച്ചു, കളിച്ചു കളിച്ചു കറങ്ങീരാം. പഠിച്ചു പഠിച്ചു ബോറടിച്ചു, കളിച്ചു കളിച്ചു കറങ്ങീരാം. അയ്യോ പറ്റില്ല, തീരെ പറ്റില്ല, അയ്യോ പറ്റില്ല, തീരെ പറ്റില്ല. പന്നിയുടെ ഇഷ്ടഭക്ഷണം മലമാണ്. അതിന് നെയ്യും പഞ്ചസാരയും കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ നിന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. ഡാഡി എന്ന വാക്കിന്റെ ഫുൾ എന്താണെന്ന് പറ. നോ ഐഡിയ. ഡാ എന്നാൽ അച്ഛനെ എടാ എന്ന് വിളിക്കുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ഡി എന്നാൽ അമ്മയെ എടി എന്ന് വിളിക്കുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ദാറ്റ് ഈസ് ഡാഡി എന്നത് അച്ഛനെയും അമ്മയും ഒരുമിച്ച് വിളിക്കുന്ന ഒരു പദപ്രയോഗമാണ്. സോ ഗെയിം ഈസ് ഓവർ. ഐ ഹാവ് വൺ. ദേഹിയില്ല, ദേഹിക്കിപ്പോൾ ദാഹമില്ല, സുഗന്ധമില്ല, സുഗന്ധിക്ക് ജീവനില്ല, തൂവലില്ല, മൈലമ്മയ്ക്ക് അഴകില്ല, രാധയില്ല, കൃഷ്ണനിനി ഗാനമില്ല. എനിക്ക് ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് ഇദ്ദേഹമാണ്. ആള് ശുദ്ധനാണ്. എന്തെങ്കിലും കാരണത്താൽ എനിക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ട എനിക്ക് ജീവിക്കാനാകില്ല. താലും സ്വപ്നത്താലും സ്വർഗത്താലും കൃഷ്ണാമയം. ഇല്ല, നിന്റെ അച്ഛൻ എന്താ വല്ല കൊട്ടേഷൻ സംഘത്തിലാണോ ജോലി? അയ്യോ, അച്ഛൻ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. എന്താ ചോദിച്ചത്? അല്ല, അദ്ദേഹത്തെ എപ്പ കണ്ടാലും കൈവിട്ടും കാല് വിട്ടും തല വിട്ടും എന്ന് പറയും. അതാ സംശയിച്ചത്. ഈ കൊലപാതകത്തിൽ ഇവൻ 1-ാം പ്രതിയെങ്കിൽ നീ 2-ാം പ്രതിയാണ്. നിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. ബാക്കി ചോദ്യം ചെയ്യലെല്ലാം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാകാം. ഗുരുവായൂരപ്പാ നിൻ തിരുമുമ്പിൽ അടിയന്റെ കഥനത്തിൻ കഥ ചൊല്ലി കരയുമ്പോ ചേച്ചി ഒരു കാര്യം ചെയ്യും, എന്റെ ഏക ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പത്രപരസ്യം കൊടുത്തേക്ക്. ഇപ്പോൾ ഒരു കിണർ കുഴിക്കുമ്പോൾ ആദ്യമായി പുറത്തേക്ക് വരുന്നത് വെള്ളമല്ല, മറിച്ച്
കല്ലുകളും മണ്ണിൻ കട്ടകളുമാണ്. ചിലയിടത്ത് 30 അടിയിൽ വെള്ളം കിട്ടും, ചിലയിടത്ത് 60 അടി. തീർച്ചയായും എല്ലാ മണ്ണിനിടയിലും വെള്ളമുണ്ട്. യു ആർ കറക്റ്റ്. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. നമുക്ക് വീണ്ടും കാണാം. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ നിന്നെപ്പോലുള്ള ചെറ്റകൾ അതിനെ മലിനമാക്കി. ചന്ദനത്തടിഞ്ഞു നോക്കുന്ന കഴുതയ്ക്ക് അതിന്റെ കനമേ അറിയൂ. ആ ചന്ദനത്തിന്റെ സുഗന്ധം അറിയില്ല. അതുകൊണ്ട് ഇവിടെ കാണാവുന്നല്ല, ഇവിടെ കണ്ടിരിക്കുന്നു പറ.